എന്താണ് നോൺ കോൺഗ്രസിസം? തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു വിജയിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കാരണം അന്വേഷിച്ച മറ്റു പാർട്ടികൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളിങ്ങനെ ചിഹ്നപരമായി കിടക്കുന്നതാണ് കോൺഗ്രസിന് തുടർച്ചയായി വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ആൻറ്റി കോൺഗ്രസ് ഫ്രണ്ട് ഫോം ചെയ്യുന്നു. ഈ ഒരു ആൻറ്റി കോൺഗ്രസ് ഫ്രണ്ടിന് സോഷ്യലിസ്റ്റ് ലീഡറായിട്ടുള്ള റാം മനോഹർ ലോഹ്യ ഇട്ട പേരാണ് നോൺ കോൺഗ്രസിസം എന്നുള്ളത്. നോൺ കോൺഗ്രസിസം കൃത്യമായിട്ടും കോൺഗ്രസ് അൺഡെമോക്രാറ്റിക് റൂളാണെന്നും ഡെമോക്രസി തിരിച്ചുവിടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കോഅലിഷൻ എന്നുള്ളത്. എന്താണ് ഈ പറയുന്ന മുന്നണി ഗവൺമെൻറ് അല്ലെങ്കിൽ കോalition ഗവൺമെൻറ് എന്ന് നമുക്ക് നോക്കാം. ഒരു സിംഗിൾ പാർട്ടിക്ക് മെജോറിറ്റി സപ്പോർട്ട് ഗെയിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒന്നിലധികം പാർട്ടികൾ ചേർന്ന് ഗവൺമെൻറ് രൂപീകരിക്കുന്നതിനാണ് നമ്മൾ കോalition ഗവൺമെൻറ്റുകൾ എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കാനുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് ഡിഫെക്ഷൻ എന്നുള്ളത്. ഒരു പാർട്ടിയുടെ ടിക്കറ്റോടുകൂടി ജയിക്കുകയും അതിനുശേഷം കൂടുതൽ സ്ഥാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമോഹങ്ങൾക്കൊക്കെ വേണ്ടി മറ്റ് പാർട്ടികളിലേക്ക് മാറുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ 3 ടോപ്പിക്ക് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് +2 പൊളിറ്റിക്കൽ സയൻസിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കുക. പുതിയൊരു കോൺസെപ്റ്റ് സർവുണ്ടോ എന്നാണ്.